കനത്ത മഴയിൽ പാലക്കാട് പട്ടാമ്പി കൊപ്പത്ത് റോഡിന്റെ വശം ഇടിഞ്ഞിട്ടുണ്ട്. പെരുമ്പിലാവ് പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത്. ഇതോടെ സംസ്ഥാന പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുകയാണ് പാലക്കാട്ട് നിന്ന്. ശ്രീത്ത്, വിവരങ്ങൾ ശ്രീത്ത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞു താഴുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്ന സമയത്ത് നാട്ടുകാർ തന്നെയാണ് ഈ ഒരു വിഷയം PWD അധികൃതരെ വിവരം അറിയിക്കുന്നത്. എന്തായാലും PWD അധികൃതരും കൂടാതെ തന്നെ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിനും സ്ഥലത്തെത്തി. അപകടകരമായ രീതിയിലാണ് മണ്ണ് ഒലിച്ചു പോകുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ നാട്ടുകാരും പറയുന്നത്. ഒരു ഭാഗം കല്ലേപ്പള്ളി പാലത്തിന് സമീപം റോഡിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത്. ഗതാഗത നിയന്ത്രണമുണ്ട് ആ മേഖലയിൽ. ഉടൻ തന്നെ പ്രശ്നപരിഹാരത്തിനായി ഇടപെടുമെന്നാണ് പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ പറയുന്നത്. എന്തായാലും നാട്ടുകാർ വലിയ ആശങ്കയിലാണ്, ഭീതിയിലാണ്. ഇതിലൂടെ വാഹനയാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കാൽനട യാത്ര ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണമെന്നാണ് അധികൃതരും പറയുന്നത്. ശ്രീത്ത്, മറ്റൊരു വിവരം കൂടി പങ്കുവെക്കും. അത് പാലക്കാട് തൃത്താല കപ്പൂരിൽ മണ്ണെടുപ്പ് നടന്ന കുന്നിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് മഴവെള്ളം തുറന്നുവിട്ടു. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴിത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീത്ത് തുടരുന്നുണ്ട്. ശ്രീത്ത്, എന്താണ് സംഭവിച്ചത്? ഈ വലിയ രീതിയിൽ കുത്തിയൊലിച്ചാണ് വെള്ളം എത്തുന്നത്. അത് വീടുകളിലേക്കടക്കം എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത് ശ്രീത്ത്? ഈ മണ്ണെടുപ്പ് തുടരുന്ന ഈ കുന്ന് TK ഒരു വലിയൊരു പ്രദേശമാണ്. ആ മേഖലയിൽ മണ്ണെടുപ്പ് നിർത്തിവെച്ചിട്ട് ഏതാണ്ട് കുറച്ച് വർഷങ്ങളായി എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ പ്രദേശത്ത് ഇപ്പോഴും പക്ഷേ നിരവധി അപകട ഭീഷണിയായി തന്നെ മണ്ണ് കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ കുതിർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ മേഖലയിലാണ് ഏതാണ്ട് ഒരു ഉരുൾപൊട്ടൽ സമാനമായി നിൽക്കുന്നു എന്നാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. ആ മേഖലയിലാണ് ഇന്ന് ആ പ്രദേശത്ത് അതിൻ്റെ ജീവനക്കാരാണെന്ന് തോന്നുന്നു. ആ മേഖലയിൽ നിന്ന് വെള്ളം പൂർണ്ണമായി ഈ ജനവാസ മേഖലയിലേക്ക് തുറന്നുവിടുന്ന ഒരു കാഴ്ച. ആ കാഴ്ച വളരെ ഭീകരമാണ്. ഉരുളൻ കല്ലുകളടക്കം മണ്ണ് ചെളിക്കട്ടയടക്കം നേരെ വീടുകളുടെ മുകളിലേക്ക് അല്ലെങ്കിൽ വീടുകളുടെ മുൻവശത്തേക്കൊക്കെ വന്ന് വീഴുന്ന നിരവധി വീടുകളുടെ പ്രദേശത്തും പറമ്പിലുമൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാട്ടുകാർ വലിയ പരാതിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അധികൃതർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ അല്പസമയം മുൻപ് ലഭിച്ചത്. വെള്ളം കുത്തിയൊലിച്ചാണ് വീടുകളിലേക്ക്, ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നിസ്സംശയം പറയാം.